ഹായ് ഹലോ ഇപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ സംഭവിച്ച കുറച്ച് ഇൻസിഡൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ച് പേരുടെ എങ്കിലും ലൈഫിൽ ഇതുപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അതെന്താണെന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ എൻ്റെ ലൈഫിൽ ഞാൻ കേട്ട് വളർന്ന കുറച്ച് കാര്യങ്ങൾ, അത് പിന്നെ ആഫ്റ്റർ മാരേജ് കല്യാണത്തിന് ശേഷവും ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ, അപ്പം അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പം അതാണ് ഈ ഒരു വീഡിയോ. എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ കുറേ അധികം അപ്പം പറയുന്നത് എന്ന് വെച്ചാൽ കുറേ പേരെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അത് പുറത്ത് പറയാനുള്ള മടി കൊണ്ടായിരിക്കും. പക്ഷെ ഇന്നെങ്കിലും എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം ഇപ്പോഴും ഇതൊക്കെ നമ്മുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. സോ എനിക്കിപ്പോഴെങ്കിലും ഇത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ലൈഫിലെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഞാൻ അനുഭവിച്ച വലിയൊരു എന്താ പറയുക പ്രശ്നമെന്നല്ല, ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കളറിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പം തൊട്ടാണെങ്കിലും നമ്മൾ കൂട്ടുകാരൊക്കെ ആണെങ്കിലും കളറിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, അതായത് എൻ്റെ കളർ ഒരു മോശം കളറാണ് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ഒരാൾ വന്ന് പറയുമ്പം നമ്മളപ്പം ചെറുപ്പമല്ലേ, നമ്മൾ ചിന്തിക്കും യൂഷോ അങ്ങനെയാണല്ലേ, ഇത് മോശമാണല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതായത് അങ്ങനെ ചെറുപ്പം മുതൽ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നേരിട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി അമ്മയോടൊക്കെ ചോദിക്കുക എന്താ ഇങ്ങനെ. അപ്പം എൻ്റെ പാരൻസ്, അതെ എൻ്റെ കൂട്ടുകാർ തന്നെ ഒരു ബ്രൗണിഷ് അല്ലെ ബ്ലാക്ക് സ്കിൻ ടോൺ ഉള്ളവരാണ്. സോ അവരുടെ കളറേ എനിക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കും, അപ്പോൾ ഞാൻ ചെറുപ്പമല്ലേ എന്തിനാ ഇങ്ങനെ എന്നെ എല്ലാവരും കളിയാക്കുക എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമം പറയുമായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രശ്നം എൻ്റെ ലൈഫിൽ നേരിട്ടിട്ടുണ്ട്, കളറിൻ്റെ സ്കിൻ ടോണിൻ്റെ പേരിൽ. അപ്പം എന്താ പറയുക, ഒരു 10ാം ക്ലാസ് ഒക്കെ എത്തിയപ്പം നമ്മുടെ കൂട്ടുകാർ, അതായത് എൻ്റെ കൂട്ടുകാർക്കൊന്നും കുറേ നാള് നമ്മളെ അറിയാവുന്നവർക്കൊന്നും അത് പ്രശ്നമല്ല. പക്ഷെ പുറത്തുനിന്ന് കാണുന്നവര്, പുതിയതായിട്ട് വന്ന് കൂട്ടുകൂടുന്നവര് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും കൂട്ടുകൂടുന്നത്. അങ്ങനെ കുറെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ കുറെ കളിയാക്കൽ അനുഭവിച്ചിട്ടുണ്ട്. ആഫ്രിക്കക്കാരി അങ്ങനെ കുറെ കളിയാക്കൽ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന അവരും മനുഷ്യരല്ലേ, നമ്മൾ മനുഷ്യരല്ലേ, ദൈവം തന്ന കളറില്ലേ. പക്ഷെ ഞാൻ അന്ന് ഇങ്ങനൊന്നും അല്ല കേട്ടോ ചിന്തിച്ചിരുന്നത്. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ശരിയാ, എന്തിനാ ദൈവം ഇങ്ങനെ, ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക്. അതിനുശേഷം, അതായത് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ആഫ്റ്റർ മാരേജിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അനുഭവിച്ച എൻ്റെ ഇരട്ടി വിഷമങ്ങളാണ് ആഫ്റ്റർ മാരേജിന് ശേഷം അനുഭവിച്ചത്. പക്ഷെ ഇത് ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ എന്ന ഒരു തമാശ രൂപേണയാണ് അവർ അവതരിപ്പിക്കുന്നത്. പക്ഷെ കേൾക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. അതായത് ആഫ്റ്റർ മാരേജ് ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പം, അതിനു മുമ്പ് നിങ്ങൾക്കറിയാം എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഫെയർ ആണ്. ആളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ എന്താ പറയുക വൈറ്റ് സ്കിന്നാണ്. അപ്പം കല്യാണത്തിന് ശേഷവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാരേജ് സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. ആളെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു പാവമാണ്, ഒരു ഇൻട്രോവേർട്ടാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക എന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യത്തില്ല. ഒരു ക്യാരക്ടർ കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ആള് എന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ വേറെ ആരോടും അഭിപ്രായം ഒന്നും ചോദിച്ചില്ല, കൂട്ടുകാരെടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് കല്യാണമൊക്കെ നടന്ന ആളുടെ ഫാമിലി ഞാൻ വരുന്നത്. വന്നു കഴിഞ്ഞപ്പം ഇതൊരു പ്രശ്നമാകുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതായത് എൻ്റെ ബ്ലാക്ക് സ്കിൻ ടോൺ, ഇവന് നല്ലൊരു പെൺകുട്ടിയെ കെട്ടത്തില്ലായിരുന്നു. ഇവൻ ഇച്ചിരി കൂടെ കളറുള്ള, അവൻ്റെ കളറിന് ചേരുന്ന ഒരു പെൺകുട്ടിയായിട്ടുണ്ട്. ഈവൻ ആളുടെ ഫ്രണ്ട്സിൽ നിന്ന് വരെ ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം നല്ല കൂട്ടുകാരുണ്ട്. പിന്നെ നമ്മളെ കാണുമ്പോൾ ചിരിച്ച് കാണിച്ചിട്ട് മാറി ഇന്ന് നമ്മുടെ കുറ്റം പറയുന്ന കുറച്ച് ആൾക്കാരെല്ലാവരുടെ ഇടയ്ക്ക് കാണുമല്ലോ, അങ്ങനെ ഇവിടെയുണ്ട്. അത് ഞാൻ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫാമിലിയിൽ നിന്ന് വരെ അങ്ങനത്തെ കുറച്ച് ടോക്ക് വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതായത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ആൾക്ക് അങ്ങനെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ശരിയായിരുന്നു തോന്നി, വേണ്ടായിരുന്നു. കാരണം നമ്മളാണ് ഇവിടെ ഇതൊക്കെ നേരിടേണ്ടി വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ ടോക്കൊക്കെ ഉണ്ടായി. ആൾക്ക് ഇച്ചിരും കൂടെ നല്ല സ്കിന്നുള്ള ഇച്ചിരും കൂടെ ആളുടെ ഇതിന് ചേരുന്ന ഒരാളെ മാരേജ് ചെയ്യത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട്
ആഫ്റ്റർ ഡെലിവറി ടൈമിൽ, അതായത് പ്രഗ്നൻസി ടൈമിൽ ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴത്തേനും അപ്പോഴും വന്നൊരു സംസാരമായിരുന്നു ആളുടെ കളർ തന്നെ കിട്ടണം എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരിതുണ്ടായിട്ടുണ്ട്. എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് എനിക്കിത് തന്നെ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ഫുൾ അനുഭവിച്ചത് ഞാനാ. അപ്പൊ എന്റെ വീഡിയോ ആരൊക്കെ കാണുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ് ഈ ഒരു വീഡിയോ. ഞാൻ ആ ടൈമിൽ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാൻ അത്രയും എന്താ പറയാ, കുഞ്ഞ് പറയുന്നത് ശരിയാണോന്ന് അറിയത്തില്ല, കുഞ്ഞിന് ആരോഗ്യമായിട്ട് കിട്ടണം എന്നതിനപ്പുറം ഞാൻ പ്രാർത്ഥിച്ചു മൊത്തം ആളുടെ സ്കിൻ ടോൺ കിട്ടണം, ഇല്ല അതിന്റെ പേരിൽ ഞാൻ കേൾക്കേണ്ടി വരും. അങ്ങനെ ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴാണെങ്കിലും തനുവിനാണല്ലോ എക്സൈറ്റ് ചാട്ടയുടെ കളർ, എന്റെയും കൂടെ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അപ്പോഴും ഞാൻ കുറെ കാര്യങ്ങൾ കേട്ടു. അതായത് എന്റെയും കൂടെ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അപ്പോഴും ഞാൻ കുറെ കാര്യങ്ങൾ കേട്ടു. അതായത് തനു ഉണ്ടായി കഴിഞ്ഞിട്ടാണേലും എല്ലാ കുടുംബത്തിലും ചില അമ്മായിമാരും അമ്മാവന്മാരും എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഇങ്ങനെ 1-2 പേര് കാണുമല്ലോ. അതായത് കുട്ടി എന്തെങ്കിലും നല്ലത് ചെയ്താൽ പറയും, അത് അച്ഛന്റെ സ്വഭാവമാ. അതായത് എന്തേലും എന്താ പറയാ, നല്ല പാട്ട് പാടുവോ, നല്ല രീതിയിൽ വർത്താനം പറയുകയോ സംസാരിക്കുകയോ പറയും, അച്ഛന്റെ സ്വഭാവമാ. അതൊക്കെ തനുവിന്റെ അച്ഛന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആൾക്ക് ദേഷ്യമുണ്ട്, വാശിയുണ്ട്, പക്ഷെ ആള് പുറത്ത് കാണിക്കുന്ന ആ ഒരു ഇതല്ല. എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് ഞാൻ എങ്ങനെയാണോ അതായത് എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ അത് കാണിക്കും. അത് എവിടെയാണെങ്കിലും ആരുടെ മുമ്പിൽ വെച്ചാണെങ്കിലും എനിക്ക് ദേഷ്യം വന്നാൽ ഞാനത് കാണിക്കും. അതായത് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെയാണ്. ചേട്ടന്ന് പറഞ്ഞാല് എന്റെ അടുത്ത് മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിക്കകത്ത് മാത്രമല്ല ആളത് കാണിക്കത്തുള്ളൂ. ഞാനെന്ന് പറഞ്ഞാല് ഞാൻ എങ്ങനെയാണോ അത് എവിടെ ചെന്നാലും, ഞാൻ ഇപ്പൊ പുറത്ത് എന്തെങ്കിലും എന്താ പറയാ, ലൈക്ക് എന്തേലും എനിക്ക് ദേഷ്യം ഇഷ്ടമില്ലാത്തതാണെങ്കിൽ എനിക്കത് ഇഷ്ടമില്ല, വേണ്ട എന്നൊക്കെ തന്നെ ഞാൻ പറയും. പുറത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അത് പറയും. അപ്പൊ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അയ്യോ അവൾ എന്തൊരു സാധനവാ, അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനൊക്കെ. ചേട്ടൻ പറഞ്ഞ പാവം, ചേട്ടനെ പോലെ പാവം. അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു പൊതുവേ ഉള്ളൊരു ധാരണ. പക്ഷെ അത് കുഴപ്പമില്ല. തനു എന്തെങ്കിലും ദേഷ്യപ്പെട്ടാല് ഒച്ചത്തിൽ സംസാരിച്ചാല് വരുന്നൊരു ടോക്കാണ് തനിയുടെ അമ്മയുടെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് കുഞ്ഞെന്ത് നല്ലത് ചെയ്താലും അച്ഛന്റെ സ്വഭാവവും, കുഞ്ഞെന്ത് എന്താ പറയാ അതിനെന്തെങ്കിലും ദേഷ്യപ്പെടും എന്തെങ്കിലും ചെയ്താല് അത് എന്റെ സ്വഭാവം. അതെന്താ അങ്ങനെ എങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചാ പോട്ടെ, എന്തേലും ആട്ടെ. ഇത് അനുഭവിച്ച് വന്ന ഒരാൾക്ക് മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മനസ്സിലാവത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇനിയെങ്കിലും എനിക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്റെ ലൈഫിൽ സംഭവിച്ച ഇൻസിഡൻസ് ആണ്. ഇത് കാണുമ്പോൾ കുറച്ച് പേർക്ക് എങ്കിലും തോന്നണം, അവരുടെ ലോസിന്റെ അടുത്താണെങ്കിലും ഈവൻ ആരുടെ അടുത്താണെങ്കിലും ഒന്നും സംസാരിക്കരുത്. ഇതൊക്കെ ഭയങ്കര മോശമാണ്. ഒരാളുടെ മനസ്സിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനോ. പിന്നെ കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ദൈവത്തെ ഓർത്ത് ഇങ്ങനൊന്നും ബാക്കിയുള്ളവരോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. കുറേ നാളായിട്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ട് വരുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ ഓർത്ത് അത് കഴിഞ്ഞു, എനിക്കൊരു പ്രായമായപ്പോഴത്തേനും അത് തീർന്നു വിചാരിച്ചു. ഡെലിവറി കഴിഞ്ഞു, ആളുടെ കുഞ്ഞും കൂടെ ആയപ്പോഴത്തേനും എന്താ പറയാ കുറെ പ്രശ്നങ്ങൾ കൂടിയെന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അതായത് എന്താ പറയുക, ഇതിന്റെ പേരിൽ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിഷമിക്കാൻ പോകുന്നില്ല. എനിക്ക് വിഷമമായിട്ട് ഞാൻ മിണ്ടാതിരുന്നൊരു സമയമുണ്ട്. ഇനി എനിക്ക് അതങ്ങനെ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും എന്റെ ലൈഫിലുണ്ടായ ഇൻസിഡൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ.